നമ്മുടെ വീട് എങ്ങനെ മനോഹരമാക്കാം? ആ ഒരു കൺസെപ്റ്റാണ് ഇന്ന് ഞാൻ സംസാരിക്കുന്നത്. നമുക്കറിയാം നമ്മുടെ വീട് നമ്മുടെ വിശ്രമ കേന്ദ്രമാണ്. സന്തോഷത്തോടു കൂടി എനർജറ്റിക് ആയിട്ട് അവിടെ നമുക്ക് വിശ്രമിക്കാൻ സാധ്യമാവണം. യഥാർത്ഥത്തിൽ നമ്മുടെ ഇന്നത്തെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത് വളരെ നല്ല എക്സ്റ്റീരിയർ ഉണ്ടാവുക, വളരെ കാഴ്ചയുള്ള ഒരു പുറത്തുനിന്ന് ആളുകൾ നോക്കിയാൽ അട്രാക്ട് ചെയ്യുന്ന രീതിയിലേക്ക് അതിന്റെ രൂപമുള്ള ഇതേപോലത്തെ ഒത്തിരി മനോഹരമായിട്ടുള്ള മോഡലുകൾ ഉണ്ടാവുക എന്നുള്ളതാണ്. എന്നാൽ നമ്മുടെ വീട് നമുക്ക് അതിനനുസരിച്ചുള്ള ഉൾവശമാണ് ഉള്ളത് എന്നും കൂടി നാം ആലോചിക്കണം. നമുക്കറിയാം നമ്മുടെ വീട് എന്നുള്ള കൺസെപ്റ്റ് നമ്മൾ ഒത്തിരി പണം ചെലവഴിച്ച് ഉണ്ടാക്കുന്നതാണ്. അപ്പൊ അതിനനുസരിച്ച് സന്തോഷം ലഭിക്കാൻ നാം അതിന്റെ ഉൾവശം, ഒരു ബെഡ്റൂം, ഈ വീടിനനുസരിച്ച് ഒരു ബെഡ്റൂം ആണോ ഇത്? അല്ലല്ലോ. അവിടെ ഒരു ഡള്ളായിട്ടുള്ള ഫീലിംഗ് അല്ലേ ലഭിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ വീടിന് അനുയോജ്യമായിട്ടുള്ള ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് കുറച്ചുകൂടി മനോഹരമായ ഉള്ളതായിരിക്കണം, കുറച്ചുകൂടി സൗകര്യങ്ങളുള്ള വിശാലത തോന്നുന്ന രീതിയിലുള്ളതായിരിക്കണം. കണ്ടില്ലേ, ഈ റൂം അതിന് അനുയോജ്യമാണ്. പക്ഷെ അവിടെ ഒന്നുകൂടി നമ്മുടെ നാച്ചുറൽ ടച്ച് കൊണ്ടുവരികയാണെങ്കിൽ ഒത്തിരി മനോഹരമായിട്ടുള്ള ഒരു വൈബായി മാറും. ഇതേപോലെ അതിൽ ഫ്ലവേഴ്സിന്റെയും അതേപോലെ ലീവ്സിന്റെയും ഒരു നല്ല ഒരു ടച്ച് വന്നപ്പോൾ ഇതിൽ നിന്ന് എത്ര വ്യത്യസ്തമായിരുന്നു നേരത്തെ കണ്ട ആ റൂം അല്ലേ? അതേപോലെ ആക്കിയെടുക്കാൻ എന്താണ് നമ്മൾ മാറ്റം വേണ്ട? പ്രധാനപ്പെട്ട നമ്മുടെ മൈൻഡ് സെറ്റാണ്. നമ്മുടെ മൈൻഡ് സെറ്റ് എന്ന് പറയുന്നത് നമുക്ക് ഇന്നത്തെ രീതിയിൽ വീട് മറ്റുള്ളവരെ കാണിക്കാനുള്ളതോ അതല്ലെങ്കിൽ ഒരു ആഡംബരത്തിനോ തോന്നുന്നതാണ്. എന്നാൽ യഥാർത്ഥത്തിൽ ഒത്തിരി സ്ട്രെസ്സുകൾ അനുഭവിച്ചുകൊണ്ട് ബിസിനസ്സിലാണെങ്കിലും ലൈഫിൽ നമ്മുടെ ജോലിയിലാണൊക്കെ ഒരുപാട് സ്ട്രെസ്സുകൾ അനുഭവിച്ച് നമുക്ക് ഇവിടെ ഒരു വിശ്രമ കേന്ദ്രമായിരിക്കണം. അപ്പൊ ഒത്തിരി ആളുകൾ ശ്രദ്ധിക്കുന്നത് ഇതേപോലെ നല്ല നല്ല മോഡലുകൾ ഉണ്ടാകും, വ്യത്യസ്തമായ മോഡലുകൾ, എവിടെയും ഇല്ലാത്ത മോഡലുകൾ ഉണ്ടാക്കുക എന്നത് വളരെ കൗതുകവും നമുക്ക് ഇന്ന് കാണുന്ന ഒന്നാണ്. മറ്റൊന്നാണ് ഔട്ട്ഡോർ ഗാർഡനിങ്. വളരെ നല്ല ഗാർഡനിങ് ഉണ്ടാക്കും. അത് നല്ലതാണ്. നല്ല ഗാർഡൻ ഉണ്ടാക്കുമ്പോൾ നല്ലൊരു അനുഭൂതി ആ വീട്ടിൽ ഉണ്ടാകും. പക്ഷെ അതിന്റെ ഇന്റീരിയറിലേക്ക്, അതിന്റെ അകത്തളങ്ങളിലേക്ക് പോകുമ്പോൾ ആ ഒരു വൈബ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. പിന്നെ കുറച്ച് ആളുകൾ ശ്രദ്ധിക്കുന്നതാണ് പെയിന്റിങ്സ്. നല്ല പെയിന്റിങ്, നല്ല പാറ്റേൺ ഉള്ള, നല്ല കളർ റിതം ഉള്ള പെയിന്റിങ്ങുകൾ ഉണ്ടാക്കുക എന്നുള്ളത് മറ്റൊരു കാര്യം. അതും സന്തോഷം തരുന്ന ഒരു ഏരിയ തന്നെയാണ്. മറ്റൊന്നാണ് ലൈറ്റിങ്സുകൾ. ഒത്തിരി ഷെയ്ഡുകളുള്ള ലാമ്പ് ഷെയ്ഡുകൾ, അതേപോലെ തന്നെ വെറൈറ്റീസ് ആയിട്ടുള്ള ലൈറ്റിങ്ങിന്റെ മോഡലുകൾ, ഒത്തിരി മനോഹരമായ രീതിയിലുള്ള ലൈറ്റ് കൊണ്ട് അലങ്കരിക്കുന്ന രീതി. ഒത്തിരി ലൈറ്റുകൾ ഉണ്ടാകുന്ന സന്തോഷം വരുമോ അറിയില്ല. അങ്ങനെ നമ്മൾ ഒത്തിരി ലൈറ്റുകൾ ഉപയോഗിക്കപ്പെടുന്നു. മറ്റൊന്നാണ് പ്രധാനപ്പെട്ട ഒന്നാണ് പ്ലാന്റുകൾ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് കൃത്യമായിട്ട് ഒരു നാച്ചുറൽ ടച്ച് വരുന്നു, കൃത്യമായിട്ടുള്ള ഒരു അനുഭൂതി അതിനുള്ള വരുന്നു. പക്ഷെ പ്ലാന്റുകൾ തിരഞ്ഞെടുക്കുന്ന സമയത്ത് കൂടുതൽ മെയിൻ്റനൻസ് കുറവുള്ള പ്ലാന്റുകൾ ഉപയോഗിക്കുക, അതേപോലെ ലോങ് ലാസ്റ്റ് ചെയ്യുന്ന ഫ്ലവേഴ്സുകൾ ഉപയോഗിക്കുക, പ്ലാന്റുകൾ ഉപയോഗിക്കുക. അതേപോലെ മറ്റൊരു കാര്യമാണ് വാൾ ഡെക്കറേഷൻ. നമ്മുടെ വീടിന്റെ അകത്തളം ഭംഗിയാക്കുന്ന മറ്റൊരു കാര്യമാണ് വാൾ ഡെക്കറേഷൻ. വാൾ ഡെക്കറേഷൻ വളരെ വ്യത്യസ്തമായ രീതിയിൽ, അതേപോലെ നമ്മുടെ പ്രധാനപ്പെട്ട മൊമെന്റുകൾ ഒപ്പിയെടുക്കുന്ന ചിത്രങ്ങൾ, അതേപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള ഇതേപോലത്തെ ഫ്രെയിമുകൾ നമുക്ക് ഉപയോഗിക്കാം. മറ്റൊന്നാണ് ഈ കോളംസുകൾ, വുഡൻ കോളംസ്. അതിലൊക്കെ നാച്ചുറൽ ടച്ചോട് കൂടി വരികയാണെങ്കിൽ വളരെ ഭംഗിയുള്ളതായിരിക്കും. അതേപോലെ മറ്റൊരു ഏരിയ ആണ് ഇതേപോലത്തെ ഷെൽഫ് കോളങ്ങൾ. വളരെ മനോഹരമായിട്ട് അവിടെ നമുക്ക് കാര്യങ്ങളൊക്കെ അടുക്കി വെക്കുമ്പോൾ ഒരു മനോഹരമായിട്ട് തോന്നും. മറ്റൊന്നാണ് ക്രാഫ്റ്റുകൾ. വിവിധ ഇനം ക്രാഫ്റ്റുകൾ, ഇതേപോലുള്ള ക്രാഫ്റ്റുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നത്. വ്യത്യസ്തമായ ക്രാഫ്റ്റുകൾ സിമ്പിൾ ആണെങ്കിലും ചിലപ്പോൾ അതിൽ ഒത്തിരി മനോഹരമായിട്ട് തോന്നും. അതേപോലെ അത് വലിയ ഒരു ആഡംബരത്തിന്റെ രൂപത്തിലുള്ള ഒരു ഭംഗി അതിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റും. ചെറിയ ചെറിയ കാര്യങ്ങൾ നമുക്ക് കൈകൊണ്ട് ഉണ്ടാക്കിയെടുത്ത് വളരെ മനോഹരമായി ഡിസ്പ്ലേ ചെയ്യുന്ന സമയത്ത് ഒത്തിരി നമുക്ക് സന്തോഷം നൽകുന്ന ഒരു ഏരിയ ആണ് ഈ ക്രാഫ്റ്റുകൾ. ഇതേപോലെ ആന്റിക് ആയിട്ടുള്ള പാത്രങ്ങൾ നമുക്ക് വീടിന്റെ അകത്തളം ഭംഗിയാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആർട്ട് വർക്കുകൾ നമുക്ക് ഉപയോഗിക്കാം. മറ്റു ഒരു പ്രധാനപ്പെട്ട ഏരിയ ആണ് ഫ്ലവേഴ്സുകൾ. നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണ് ഫ്ലവേഴ്സുകൾ. മനോഹരമായ ഫ്ലവേഴ്സുകൾ വളരെ ഭംഗിയായി അറേഞ്ച് ചെയ്ത് ഇതേപോലെയുള്ള ഇതിലും മനോഹരമായത് നമുക്ക് അറേഞ്ച് ചെയ്തെടുക്കാൻ പറ്റും. നമ്മുടെ റൂമിന്റെ കളേഴ്സിനനുസരിച്ച്, നമ്മുടെ പാറ്റേൺ അനുസരിച്ച്, നമുക്ക് ആവശ്യമുള്ള സൈസ് അനുസരിച്ചൊക്കെ നമുക്ക് വളരെ ഭംഗിയായ രീതിയിൽ ഫ്ലവേഴ്സ് അറേഞ്ച്മെന്റുകൾ ചെയ്തെടുക്കാം. വിദേശങ്ങളിൽ ഇത്തരം രീതിയിൽ അറേഞ്ച്മെന്റുകളായിട്ടാണ് ഉപയോഗിക്കുന്നത്. നമ്മൾ ജസ്റ്റ് ഫ്ലവേഴ്സ് വാങ്ങി അവിടെ ഇവിടെ വെക്കുന്നതിന്
പകരമായിട്ട് വളരെ നല്ല രീതിയിൽ ഈ ചാനലിൽ തന്നെ നിങ്ങൾക്ക് ഒത്തിരി കാര്യങ്ങൾ പഠിച്ചെടുക്കാൻ സാധ്യമാണ്. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ഒപ്പം ഇതിൻ്റെ നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ അറിയിക്കുക. നമുക്ക് ഓരോ നോക്കാം. ഈ ഒരു സിറ്റിംഗ് റൂമിനെ പറ്റി നോക്കാം. ഇത് വളരെ മനോഹരമായ സിറ്റിംഗ് റൂം. ഈ സിറ്റിംഗ് റൂമിൽ ഒരു ഫ്ലവേഴ്സിന്റെ ടച്ച് വരുമ്പോൾ അവിടെ എത്ര മാറ്റങ്ങൾ വരുന്നു, എത്ര പോസിറ്റീവ് വൈബായിട്ട് അവിടെ മാറുന്നുണ്ട് ഞാൻ കാണിച്ചു തരാം. അടുത്ത ഒരു ഇതിൽ പഴയ രൂപത്തിൽ തന്നെ ഈ ഒരു ഭാഗം കാണുമ്പോൾ, ഈ സിറ്റിംഗ് റൂം കാണുമ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ഒരു കാഴ്ച. നമുക്ക് ഫെയ്ഡായിട്ട് തോന്നുന്ന ഒരു ഭാഗം ഒരു കളർഫുൾ ആയിട്ട് കൊണ്ടുവരാൻ ഏറ്റവും മനോഹരമായതാണ് ഫ്ലവേഴ്സ്. കണ്ടില്ലേ? ഇതേപോലെ നേരത്തെ ഒത്തിരി പണം ചെലവഴിച്ചെങ്കിലും ഇതേപോലെ മനോഹരമായിരുന്നു. ഇതൊരു ഡ്രൈ ആയിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഒരു നല്ലതാണെങ്കിലും ഡ്രൈ ആയിട്ട് ഫീലിംഗ് ചെയ്തു. ഇപ്പോൾ ഫ്ലവേഴ്സും ലീവ്സും വന്നപ്പോൾ വളരെ മനോഹരമായിട്ടും ഒരു പോസിറ്റീവ് വൈബ് തരുന്ന രീതിയിലേക്ക് അത് മാറി എന്നുള്ളതാണ്. ചെറിയ ഒരു ടച്ച് മാത്രം മതി. ഇതിനൊരു താല്പര്യമുണ്ടെങ്കിൽ നമുക്കൊക്കെ പഠിച്ചെടുക്കാവുന്ന രീതിയിൽ ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് പഠിച്ചെടുക്കാം. പിന്നെ ഡൈനിങ്, നമുക്ക് ഓരോ ഭാഗം നോക്കുമ്പോൾ ഡൈനിങ് ഏരിയ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഡൈനിങ് ഏരിയയിൽ ഇതേപോലെ നമ്മൾ സൂപ്പർ മാർക്കറ്റിൽ വാങ്ങുന്ന ചെറിയൊരു കാര്യം ഉപയോഗിക്കുമ്പോൾ അതിന് അനുയോജ്യമായ കളർ തീമിന് യോജിച്ചുള്ള ഒരു അറേഞ്ച് ചെയ്യുക എന്നതാണ്. ഇതേപോലെ നാം ചെയ്തെടുക്കുന്ന സമയത്ത് വളരെ മനോഹരമായിട്ട് അത് ഒരു നല്ല അതിൻ്റെ ഫുഡ് അറേഞ്ച് ചെയ്യുന്നത് പോലെ തന്നെ ഇത് വളരെ മനോഹരമായിട്ട് ഉണ്ടാകുമ്പോൾ വളരെ പ്രീഷ്യസ് ആയിട്ടും വളരെ ആസ്വദിച്ച് കഴിക്കാവുന്ന രൂപത്തിലേക്ക് മാറ്റിയെടുക്കാം. ഇത്തരം അറിവുകൾ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ഷെയർ ചെയ്യുക.